ഒരു 90% ആളുകൾക്കും ഒരുപാട് ഇഷ്ടമാണിത്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാനുള്ള പാടോർത്ത് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കുള്ളൂ. പരിഹാരമുണ്ട്. പൊടിയൊന്നും വാട്ടിക്കുഴയ്ക്കാതെ അതേ ടേസ്റ്റിൽ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അര കപ്പ് ശർക്കര പൊടിയിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ച് തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇനി ഈ തേങ്ങ ആ ശർക്കരപ്പൊടി കിടന്ന് നല്ല പോലെ അങ്ങ് റെഡി ആവട്ടെ. അതിൻ്റെ ഇടയിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ആ ഒരു ശർക്കര പാനിയൊക്കെ വറ്റി ഡ്രൈ ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് ബാറ്ററാക്കി മാറ്റാം. വെള്ളം ഒട്ടും കൂടി പോകണ്ട. നമ്മൾ കൈകൊണ്ട് സ്പൂണിൽ ഇങ്ങനെ തോണ്ടി നോക്കണ സമയത്ത് ആ ഒരു സ്പേസ് ഫില്ലാകാതെ ഇരിക്കണം. അതാണ് മാവിൻ്റെ പരുവം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് വീണ്ടും നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി വാട്ടിയെടുത്ത ഒരു വാഴയിലയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ആവശ്യത്തിന് മാവ് ഒഴിച്ച് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ അങ്ങ് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര തേങ്ങ കൂട്ടുണ്ടല്ലോ, അതൊരു സൈഡിലേക്ക് വെച്ച് കൊടുത്ത് ഇലയൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഒരു ഇഡ്ഡലിച്ചെമ്പിൽ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മാവ് വാട്ടി കുഴച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഗോതമ്പിൻ്റെ ഇലയട റെഡിയാണ്. അടിപൊളിയാണ് കേട്ടോ. ആരും മിസ്സാക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.